അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ വ ശഫീഇനാ മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മാതൃകയാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചതുപോലെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുസ്തഫായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകകളുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും വൈയക്തികമായ, സാമൂഹികമായ, രാഷ്ട്രീയമായ, കൗടുംബികമായ അഥവാ കുടുംബപരമായ ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അവൻ്റെ ഇടപെടലുകൾ, സംസാരങ്ങൾ, ഇടപാടുകൾ, പെരുമാറ്റങ്ങൾ, നടത്തം, ഇരുത്തം, നോട്ടം, അങ്ങനെ മനുഷ്യൻ്റെ ചലനാദി ചലനങ്ങളിലഖിലവും മഹാനായ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതൃക കാണിക്കുന്നുണ്ട്. ആ മാതൃകയെ ഇത്തിബാഅ് ചെയ്യേണ്ടവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത് പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ മുസ്തഫായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുക എന്നാണ്. ആ ഉസ്വത്തുൻ ഹസനയെ പിൻപറ്റൽ നമ്മുടെ കടമയാണ്. ലോകത്തൊരു പക്ഷേ ഒരുപാട് നേതാക്കൾ, പല പ്രസ്ഥാനങ്ങൾ, ഇസങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും അവരുടെയൊക്കെ നേതാക്കളെ, അവർ പറയുന്ന ആശയങ്ങളെ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന അവരുടെ കൽപ്പനകളെ ശിരസാവഹിക്കുക എന്നതിനപ്പുറം അവർ ഇത്തിബാഅ് ചെയ്യണമെന്ന് പറയപ്പെടാറില്ല. പക്ഷേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ ഖൽഖാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും ആദ്യത്തെ സൃഷ്ടിയുമാണ് മുഹമ്മദീയ നൂർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റിസാലത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത മാതൃകകളെ നമ്മൾ എത്രമേൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് വളരെ ഗൗരവത്തോടുകൂടെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട വസ്തുതയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന കാര്യങ്ങൾ മുസ്തഫായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ നമ്മൾ ചെയ്യാറുണ്ടാകും. പക്ഷേ അത് നബിതങ്ങളുടെ സുന്നത്ത് എന്ന നിയ്യത്തോടുകൂടെ നമ്മൾ ചെയ്യാറുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതെ പോകും. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല സുന്നത്തുകളും വളരെ നിഷ്പ്രയാസം നമുക്ക് ചെയ്യാവുന്നതുണ്ടാകും. പക്ഷെ നമ്മുടെ അലംഭാവം കാരണം, നമ്മുടെ അശ്രദ്ധ കാരണം നമ്മളത് ശ്രദ്ധിക്കാതെ ഒഴിവാക്കി പോകും. ഒരു പ്രയാസവുമില്ലാതെ നമ്മുടെ ജീവിതം പോകുന്ന അതേ രൂപത്തിൽ തന്നെ പോകും. പക്ഷേ വളരെ ചെറിയ ഒരു ശ്രദ്ധയുണ്ടായാൽ, നല്ല ഒരു നിയ്യത്തുണ്ടായാൽ നമുക്ക് മുസ്തഫായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകളെ വളരെ പ്രയാസരഹിതമായി, നിഷ്പ്രയാസം ഇത്തിബാഅ് ചെയ്യപ്പെടാൻ ചെയ്യാൻ കഴിയും. ചില ഉദാഹരണങ്ങളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നല്ല നിയ്യത്തുണ്ടാകണം. എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകാര്യമാകുന്നത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിയ്യത്തുകളെ കൊണ്ടാണ്. നമ്മുടെ പ്രഭാതം മുതൽ പ്രദോഷം വരെ, നേരം പുലർന്ന് വൈകുന്നേരമാകുന്നത് വരെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഉറക്കിൽ നിന്ന് ഒരാൾ ഉണരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വലിയ ദിക്റാണ്. അപ്പോൾ നമ്മുടെ ഉറക്കിൽ നിന്ന് നമ്മൾ ഉണരുമ്പോൾ തന്നെ, ഒരു ദിവസത്തെ നമ്മുടെ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഅ് ചെയ്ത് അവിടുത്തെ ചര്യയെ ഉണർത്തി ആ ചര്യയെ ജീവിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കണ്ണു തുറക്കേണ്ടത്. അത് ഒരുപക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ, നമ്മെ അനുകരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ചലനങ്ങളെ ഒപ്പിയെടുക്കുന്ന ചെറിയ കുട്ടികൾ പോലും നാം കാരണം അതിൽ മാതൃക കണ്ടെത്തും. അതുകൊണ്ട് നമ്മൾ മാത്രമല്ല, അതിൻ്റെ അർത്ഥതലങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന ഉറക്കം ഒരുപക്ഷെ ഇനിയൊരിക്കലും ഉണരാൻ കഴിയാത്ത വിധം മുകളിലേക്ക് വലിച്ച ശ്വാസം താഴേക്ക് വിടാൻ കഴിയാതെ നമ്മൾ ഒരുപക്ഷെ നിശ്ചലരായി പോകും. അങ്ങനെ എത്രയോ മരണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അവിടെയാണ് അൽഹംദുലില്ലാ, സർവസ്തുതിയും നിനക്കാണു റബ്ബേ, അഹ്യാനി ബഅദമാ അമാതനി, മരണത്തിൻ്റെ ഒരു സഹോദരനാണല്ലോ ഉറക്കം, ആ ഉറക്കിൽ നിന്ന് എനിക്ക് ജീവൻ തന്ന റബ്ബേ,
നിനക്കാണ് സർവസ്തുതിയും എന്ന് സർവ്വതും റബ്ബിലേൽപ്പിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ് എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഒരു വിശ്വാസി അവൻ്റെ പ്രഭാതത്തെ വരവേൽക്കേണ്ടത്. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന നമ്മുടെ ജീവിതം തുടങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രഭാതത്തിലെ ആദ്യത്തെ സുന്നത്ത്. അതാണ് നമ്മൾ സ്വന്തത്തിലേക്ക് ചിന്തിക്കുക. നമ്മളെത്രമേൽ അത്തരം സുന്നത്തുകളെ ഹയാത്താക്കാറുണ്ട്, നമ്മളെത്രമേൽ അതിനെ ജാഗ്രതയോടുകൂടെ കാണാറുണ്ട് എന്ന് ശ്രദ്ധയോടുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു പകർത്താൻ തൗഫീഖ് നൽകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഒരാൾ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ പിശാജ് അവൻ്റെ പിരടിയിൽ കെട്ടുകളിടും. അലാ ഖാഫിയത്തി റഅ്സി അഹദിക്കും, നിങ്ങളുടെ പിരടിയിൽ പിശാജിൻ്റെ 3 കെട്ടുകളുണ്ടാകും. അങ്ങനെ അവൻ ഉണർന്നു കഴിഞ്ഞാൽ ആ ഓരോ കെട്ടുകളിലും പിശാജ് അലൈക ലൈലുൻ തവീൽ, ദീർഘമായിട്ട് ഉറങ്ങിക്കോ എന്ന പിശാജിൻ്റെ പ്രോത്സാഹനമാണ്. അങ്ങനെ നീ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ഫഇനിസ്തൈഖള ഫദക്കറല്ലാഹ്, നീ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് നീ ഉണർന്നാൽ ഇൻഹല്ലത്ത് ഉഖ്ദത്തുൻ, അതിലുള്ള പിശാജിൻ്റെ ഒരു കെട്ട് അഴിഞ്ഞു പോകും. പിന്നെ ഫഇൻ തവല്ലഅ, നീ വുളൂഅ് ചെയ്താൽ ഇൻഹല്ലത്ത് ഉഖ്ദത്തുൻ ഫഇൻ സ്വല്ല ഇൻഹല്ലത്ത് ഉഖ്ദത്തുൻ, നീ വുളൂഅ് ചെയ്താൽ പിശാജിൻ്റെ 2ാമത്തെ കെട്ട് നിന്നിൽ നിന്ന് അഴിഞ്ഞു പോകും. പിന്നെ നീ നിസ്കരിച്ചാൽ പിശാജിൻ്റെ 3ാമത്തെ കെട്ടും നിന്നിൽ നിന്ന് അഴിഞ്ഞു പോകും. ഫഅസ്ബഹ നശീതൻ ത്വയ്യിബൻ നഫ്സി, വളരെ ഉന്മേഷത്തോടുകൂടെ നിനക്ക് പ്രഭാതത്തെ വരവേൽക്കാൻ കഴിയുമെന്ന് ത്വഹ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപക്ഷെ ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നിർവഹിക്കുക. മുസ്തഫായ തങ്ങൾ പറയുകയാണ്, അങ്ങനെ നീ നിൻ്റെ പ്രഭാതത്തെ വരവേറ്റാൽ ഫഅസ്ബഹ നശീതൻ ത്വയ്യിബൻ നഫ്സ് വഇല്ലാ, അങ്ങനെയല്ല, ഇതിലൊന്നും ശ്രദ്ധയില്ല, നിസ്കാരമില്ല, വുളൂഅ് ചെയ്യുന്നില്ല, ദിക്റോടുകൂടെ ഉണരുന്നില്ല, ഇങ്ങനെയാകുമ്പോൾ അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ, മടിയനായി വളരെ മോശമായ പ്രകൃതത്തോടുകൂടെയാണ് ആ പ്രഭാതത്തെ നീ വരവേൽക്കുന്നത്. ആയതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നിസ്സാരമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താവുന്ന ഏറ്റവും നല്ല സുന്നത്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. മുത്തുനബിയുടെ സുന്നത്തിനെ ഇത്തിബായ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. അതുപോലെ തന്നെ നമ്മൾ നിർവഹിക്കുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ആദ്യത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ നല്ല നീയത്തോടുകൂടെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നിർവഹിക്കുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ അതിലൊരു സുന്നത്തുണ്ടെന്ന് അല്ലെങ്കിൽ അതിൽ നല്ല നീയത്ത് വെച്ചാൽ റബ്ബിൽ നിന്ന് അളവറ്റ പ്രതിഫലം ലഭ്യമാകുമെന്ന് നമ്മൾ ചിന്തിക്കാറില്ല, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കാറില്ല. അവിടെയാണ് ഇപ്പോൾ നമ്മൾ നേരം പുലർന്നു അടുക്കളയിലേക്ക് പോകുന്നവർ, പല വിധത്തിലുള്ള മേഖലകളിലേക്ക് ഇടപെടുന്നവർ, ബിസ്മി കൊണ്ട് തുടങ്ങുക എന്ന ഒരു സുന്നത്ത്, കുല്ലു അംരിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തറു, വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വ്യത്യസ്തമായ വാചകങ്ങളിലൂടെ വന്നിട്ടുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ബിസ്മി കൊണ്ട് തുടങ്ങുന്നതിലൊക്കെ ബറക്കത്തുണ്ടാകുമെന്നാണ്. നേരം പുലർന്ന് ഭക്ഷണം പാകം ചെയ്യാൻ നമ്മൾ തുടങ്ങുകയാണ്, ബിസ്മി ചൊല്ലി തുടങ്ങണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ബിസ്മി ചൊല്ലി തുടങ്ങിയാൽ അതിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു കാവല്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു ഹിഫ്ള് നമുക്ക് ലഭ്യമാകാൻ അത് കാരണമാകും. പിശാജിൻ്റെ ഷെറുകളിൽ നിന്ന് വല്ലാത്തൊരു കാവല് നമുക്ക് ലഭ്യമാകാൻ ഇത് കാരണമാകും. അതിന് വല്ല പണിയുണ്ടോ? ഇല്ല, വളരെ നിഷ്പ്രയാസമാണ്. അത് നമ്മൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ ജാഗ്രതയോടുകൂടെ കൊണ്ടു നടന്നാൽ പിന്നെ സ്വാഭാവികമായ ഒരു പ്രവർത്തനമായി നമ്മളിൽ ആ ബിസ്മി വന്നു തുടങ്ങും. നമ്മളറിയാതെ തന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങി നമുക്ക് ചെയ്യാൻ കഴിയും. നിസാരമാണ്, പക്ഷേ അതിൻ്റെ പ്രതിഫലം വളരെ വ്യാപകമായി വളരെ വിശാലമായി ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കി മാത്രം പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത് നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മെ ആശ്രയിച്ച് നമ്മുടെ വീടുകളിൽ ജീവിക്കുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത്. നല്ല നീയത്തോടു കൂടെയാണെങ്കിൽ നാളെ റബ്ബിൽ നിന്ന് കൂലി കിട്ടുന്ന വലിയ സൽക്കർമ്മമല്ലേ അത്? പക്ഷെ അത് അങ്ങനെ ഒരു സൽക്കർമ്മമായിട്ടൊരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് വരില്ല. അതൊരു ഭാരമുള്ള ജോലിയായി നമ്മൾ കാണുകയാണ്. അതിലൊരു ഇബാദത്തിനെ കാണാൻ, അതിലൊരു പ്രവാചകനെ ഇത്തിബായ് ചെയ്യുന്ന, പ്രവാചകൻ്റെ സുന്നത്തുകൾ, മുസ്തഫായ തങ്ങളുടെ കൽപ്പനകളെ ഇത്തിബായ് ചെയ്യുന്ന ആ ഒരു രൂപത്തിലേക്ക് മാറുമ്പോൾ നമ്മളാ ചെയ്യുന്ന കൂലിക്ക് ഒരാസ്വാദ്യ തലമുണ്ടാകും. അതിന് റബ്ബിൽ നിന്ന് അളവറ്റ പ്രതിഫലം നമുക്ക് നമ്മളറിയാതെ ലഭിക്കുന്നതാണ്.
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടാകും, പക്ഷേ അതിൻ്റെ പ്രാധാന്യം എത്രയാണ് എന്ന് നമ്മളൊരു പക്ഷേ തിരിച്ചറിയാറില്ല. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വീട് വൃത്തിയാക്കും, എല്ലാ വീടും വൃത്തിയാക്കും, അങ്ങനെ വൃത്തിയാക്കാത്ത വീടുകൾ ഉണ്ടാവില്ല. പക്ഷേ ആ വൃത്തിയാക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അന്നദാഫത്തു മിനൽ ഈമാൻ ഷത്റുൽ ഈമാൻ, ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ നദാഫത്ത് എന്ന ഈമാനിനോട് കണക്റ്റ് ചെയ്യപ്പെട്ട വലിയ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളത് നിസാരമായിട്ട് കാണും. അതിൻ്റെ ഗൗരവം എത്രമേൽ വലുതാണ്. നാളെ റബ്ബിൻ്റെ കോടതിയിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കേറെ ഗുണം ചെയ്യുന്നത് അതായിരിക്കൂലേ. ഈമാനിൻ്റെ ഭാഗമായ കാര്യമാണ് നമ്മൾ ആ ചെയ്യുന്നത്. നമ്മൾ വസ്ത്രങ്ങൾ അലക്കുന്നുണ്ട്, വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്നുണ്ട്, വീട് വൃത്തിയാക്കുന്നുണ്ട്, മറ്റു വീടിൻ്റെ പരിസരങ്ങൾ വൃത്തിയാക്കുന്നുണ്ട്. ഇതിലൊക്കെ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന എത്ര കൂലികളാണ്. മുസ്തഫായ തങ്ങളുടെ അധ്യാപനങ്ങളെയാണ് നമ്മൾ ശിരസാ വഹിക്കുന്നത് എന്ന നല്ല നീയത്തോടുകൂടെ ചെയ്താൽ ഹബീബിൻ്റെ സുന്നത്തുകളെ ഹയാത്താക്കിയ വലിയ പ്രതിഫലമാണ് നമ്മളറിയാതെ നമ്മളിലേക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനൊന്നും നിസാരമായിട്ട് കാണരുത്. മുസ്തഫായ തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, വലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നന്മകളിൽ ഒന്നിനെയും നിങ്ങൾ നിസാരമായിട്ട് കാണരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ ത്വരീഖ്, നിന്റെ സഹോദരനെ, നീ അഭിമുഖീകരിക്കുന്ന നിന്റെ സഹോദരനെ അല്ലെങ്കിൽ നിന്റെ സഹോദരിയെ മുഖപ്രസന്നതയോടുകൂടെ കണ്ടാൽ അതിനുപോലും കൂലിയുണ്ടെന്ന് പറയുമ്പോൾ അതിനെപ്പോലും നിങ്ങൾ നിസാരമായിട്ട് കാണരുത് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ബോധനം നൽകുന്നത്. അതുമാത്രമല്ല, പിന്നെ വിശുദ്ധമായ ഖുർആൻ ഓതുക. നമ്മുടെ വീടകങ്ങൾ ഒരിക്കലും ഖബറുകളെ പോലെയാകരുത്. വീട്ടിൽ വിശുദ്ധമായ ഖുർആനിൻ്റെ പാരായണങ്ങൾ ഉണ്ടാകണം. പഴയ കാലങ്ങളിൽ വളരെ വ്യാപകമായി നമ്മുടെ വല്യുമ്മമാർ, വല്യുപ്പമാർ അവരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ദിക്റുകളെ കൊണ്ട്, സ്വലാത്തുകളെ കൊണ്ട്, മൗലിദുകളെ കൊണ്ട്, മാലകളെ കൊണ്ട്, അങ്ങനെ മുസ്ലിം ഉമ്മത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ പൈതൃകങ്ങൾ നിറഞ്ഞ വിളനിലങ്ങളായിരുന്നു നമ്മുടെ വീടുകൾ. പക്ഷേ കാലഘട്ടത്തിൻ്റെ മാറ്റം, ടെക്നോളജിയുടെ അതിപ്രസരണം, മുസ്തഫായ തങ്ങൾ പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ദാരിദ്ര്യം വന്നിട്ട് നിങ്ങളാകെ പ്രയാസത്തിലാകുമെന്നല്ല ഞാൻ ഭയപ്പെടുന്നത്, വലാകിന്നി അഖ്ശാക്കും അൻ തുബ്സത അലൈക്കുമുദ്ദുനിയ അൻ തുഫ്തഹ അലൈക്കുമുദ്ദുനിയ, ദുനിയാവിൻ്റെ കവാടങ്ങൾ, ദുനിയാവിൻ്റെ സുഖാഡംബരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുകയും ഫതനാഫസുഹ, നിങ്ങൾ അതിൽ മതിമറന്നുകൊണ്ട് അള്ളാഹുവിനെ മറന്നുപോകാൻ കാരണമാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതാണ്. നമ്മുടെ വീടകങ്ങൾ അങ്ങനെ പിശാചിൻ്റെ വിളനിലങ്ങളാകുന്നുണ്ടോ എന്ന ആത്മവിചിന്തനം അതീവ ഗൗരവത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും നടത്തണം. നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ നോമ്പ്, നമ്മൾ ചെയ്യുന്ന സ്വതക്കകൾ, നമ്മൾ നിർവഹിക്കുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ അളവറ്റ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുന്നുണ്ടല്ലോ. പക്ഷെ നമ്മുടെ വീടകങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പാരമ്പര്യത്തിൻ്റെ ശീലുകളുണ്ട്. ഒരു വെള്ളിയാഴ്ച രാവ് വന്നാൽ, ഒരു തിങ്കളാഴ്ച രാവ് വന്നാൽ താജു സ്വലാത്ത് ചൊല്ലുന്ന, അളമു സ്വലാത്ത് ചൊല്ലുന്ന, നഫീസത്തുമാല പാടുന്ന, ബദറുമാല പാടുന്ന, അല്ലാ തിരിഫേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബർ, വഹീദ്ദിമാല പാടുന്നു. ബിസ്മിൽ മുഹൈമിനി അബ്തദി ഇംലായി വബിഹംദിഹി ശുക്രൻ അലൻ നഅമായി, ബദർ ബൈത്ത് പഴയ കാലങ്ങളിൽ നമ്മുടെ വീടകങ്ങളിൽ കേട്ടി. അങ്ങനെ സ്വാലിഹീങ്ങളോട് ആത്മബന്ധമുള്ള ഒരു ജീവിത ശൈലി നമുക്കുണ്ടായിരുന്നു. സ്വാലിഹീങ്ങളെ മഹബത്ത് വെക്കുക എന്നത്, പ്രത്യേകിച്ച് നമ്മൾ ഈ ക്ലാസ് നടത്തുന്നത് പോലും റബീഉൽ അവ്വലിലാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെ മഹബത്ത് വെച്ചോ അവരോട് കൂടെയുണ്ടാകുമെന്ന് മുസ്തഫായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് വളരെ പ്രസിദ്ധമാണ്. നമ്മളൊക്കെ പല പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലും വായിച്ചതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവം നിറഞ്ഞ ഒരു പോയിന്റ്. 10 കൊല്ലം അള്ളാഹുവിൻ്റെ ഹബീബിന് ഖിദ്മത്ത് ചെയ്ത മഹാനാണ് സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു. മാ മസിസ്തു ദീബാജൻ വലാ ഹരീറൻ അല്യന മിൻ കഫി റസൂലില്ലാ, മുസ്തഫായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ കൈയിനേക്കാൾ മാർദ്ധവമായ ഒരു പട്ടുപോലും, ഒരു പട്ടിൻ്റെ വസ്ത്രം ഞാൻ എൻ്റെ കൈ കൊണ്ട് സ്പർശിച്ചില്ല, അത്രമേൽ ഹബീബിൻ്റെ കൈത്തടങ്ങൾ മാർദ്ധവമാണ് എന്നൊക്കെ ഹബീബിനെ കുറിച്ച് വർണ്ണിച്ചു പറഞ്ഞ മഹാനായ സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങൾ പറഞ്ഞു, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെ മഹബത്ത് വെച്ചോ അവരോട് കൂടെയുണ്ടാകുമെന്ന ഹബീബിൻ്റെ അർത്ഥവിശാലമായ ഗഹനമായ അർത്ഥങ്ങളുള്ള ആ വാക്ക് കേട്ടപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ആരെ മഹബത്ത് വെച്ചോ അവരോട് കൂടെ ഉണ്ടാകും. ഞങ്ങൾക്കത് വല്ലാത്ത സന്തോഷമാണ്. മാ ഫറഹ്ന ബഅദൽ ഇസ്ലാമി അശദ്ദ ഫറഹൻ,
പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഞങ്ങൾ വന്നതിനു ശേഷം ഞങ്ങൾക്ക് ഏറെ സന്തോഷം തോന്നിയ വാക്കായിരുന്നു അത്. ആരെ മഹബത്ത് വെച്ചോ, ആരെ ഇഷ്ടം വെച്ചോ അവരോട് കൂടെയുണ്ടാകുമെന്ന്. ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ ഇഷ്ടം വെക്കുന്നു, അവരോട് കൂടെയുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂല, ഞാൻ അള്ളാഹുവിനെയും ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മഹബത്ത് വെക്കുന്നു എന്ന് അവിടെ പറഞ്ഞു നിർത്തിയില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, വ ഇന്നി ഉഹിബ്ബു അബൂബക്കറിൻ വ ഉമറ, ഞാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമറുൽ ഫാറൂഖ് തങ്ങളെയും ഇഷ്ടപ്പെടുന്നു. എന്തേ കാരണം? വ ഇല്ലം അഅമൽ ബിമിസ്ലി അഅമാലിഹിമ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളും ചെയ്ത അത്ര വലിയ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാൻ ഒരു പക്ഷേ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരോടുള്ള മഹബത്ത് കാരണം അവർക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞതാണ്. ആ മഹബത്ത് കാരണം എനിക്ക് സ്വർഗം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, അവിടെയാണ് നമ്മൾ മൗലിദ് ചൊല്ലുമ്പോൾ, മഹാന്മാരുടെ മാല പാടുമ്പോൾ അവരോടുള്ള മഹബത്താണ്. മുഹീദ്ദീൻ മാല മഹാനായ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോടുള്ള മഹബത്താണ്. റിഫായി മാല അവരോടുള്ള മഹബത്താണ്. മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്നത് ഉദ്കുർ ഹദീസസ് സ്വാലിഹീന വവസ്മഹും വബിദിക്രിഹിം തതനസ്സലുർ റഹിമാതു. ആ മഹാന്മാരെ കുറിച്ച് നമ്മൾ പറയുക എന്നത് നമ്മളിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങാനുള്ള കാരണങ്ങളാണ്. അവിടെ അപ്പോൾ വിശുദ്ധമായ ഖുർആനിൻ്റെ പാരായണം നമ്മുടെ വീടുകളിൽ സജീവമായിട്ടുണ്ടാകണം. പഴയ തലമുറയുടെ കാലം കഴിയുമ്പോൾ നമ്മുടെ വീടകങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആനിൻ്റെ മധുര മന്ത്രണങ്ങളെ നഷ്ടപ്പെടുന്ന ദയനീയമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉപ്പമാർ, നമ്മുടെ വല്യുപ്പമാർ അവരൊക്കെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിനെ ആസ്വദിച്ചോതുന്നവരുണ്ടാകും, അതൊരു പതിവാക്കി ചൊല്ലുന്നവരുണ്ടാകും. പക്ഷേ പുതിയ തലമുറയിൽ അതില്ലാതെയാകുമ്പോൾ നമ്മളൊക്കെ പ്രായമാകുന്ന ഒരു കാലത്ത് നമ്മുടെ വീടകങ്ങൾ ഖബറുകളായി മാറും. നമ്മുടെ വീടകങ്ങളിൽ നിന്ന് പരിശുദ്ധ ദീനിൻ്റെ വെളിച്ചം നഷ്ടപ്പെടും, പരിശുദ്ധ ദീനിൻ്റെ നൂറ് നഷ്ടപ്പെടും. നമ്മുടെ മക്കൾക്ക് വിശുദ്ധമായ ഖുർആനുമായി ഒരാത്മബന്ധം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ചൊല്ലണമെന്ന് നമ്മുടെ പുതിയ കാലത്തെ തലമുറകൾക്ക് അറിയില്ല. പുതിയ തലമുറയിലേക്ക് അത്തരം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യങ്ങളെ, പൈതൃകങ്ങളെ, അവിടുത്തെ ഇത്തിബാഴ്, അവിടുത്തെ മാതൃകകളെ കാണിച്ചു കൊടുക്കേണ്ട വലിയ വലിയ ഉത്തരവാദിത്തങ്ങളെ പേർന്നവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലൊക്കെ നമ്മൾ ഗൗരവം കാണിക്കുകയും ശ്രദ്ധ ചെലുത്തുകയും ചെയ്യണം. മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നൽ ബൈത്തല്ലദീ യുത്ലാ ഫീഹിൽ ഖുർആൻ, അല്ലേ, വിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീട്, ഇത്തസഅബി അഹ്ലിഹി, അവരുടെ കുടുംബങ്ങളിൽ, ആ കുടുംബങ്ങളിൽ അള്ളാഹു വിശാലത ചെയ്യും. വകസുറ ഖൈറുഹു, അവിടെ ഖൈർ അള്ളാഹു വർദ്ധിപ്പിക്കും. അള്ളാഹുവിൽ നിന്ന് റഹ്മത്ത് കിട്ടാൻ, ഖൈർ ഉണ്ടാകാൻ അത് കാരണമാകും. വഹളറത്തുഹുൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകൾ, ആ വീടുകളിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഉണ്ടാകും. മാഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള വീടുകളായിട്ട് നമ്മുടെ വീടുകൾ മാറണ്ടേ? പിശാച് ഓടിയൊളിക്കുന്ന വീടുകളായിട്ട് നമ്മുടെ വീടുകൾ മാറണം. മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണണം. അതല്ലെങ്കിൽ മാത്രമല്ല, വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ പിശാജ് അവിടുന്ന് ആട്ടിയോടിക്കപ്പെടും, അല്ലെങ്കിൽ പിശാജ് പുറത്താക്കപ്പെടും. വ ഇന്നൽ ബൈത്തല്ലദീ ലാ യുത്ലാ ഫീഹി കിതാബുല്ലാഹി അസ്സ വജല്ല ളാഖ ബി അഹ്ലിഹി, വിശുദ്ധമായ ഖുർആൻ ഓതാത്ത വീടുകൾ, വിശുദ്ധമായ ഖുർആനിൻ്റെ മധുര മന്ത്രണങ്ങൾ ഇല്ലാത്ത വീടുകൾ, ആ കുടുംബത്തിന് അള്ളാഹു പ്രയാസങ്ങൾ നൽകും. ളാഖ ബി അഹ്ലിഹി, ഇടുങ്ങിയ ജീവിതമായിരിക്കും, എപ്പോഴും ടെൻഷനുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിരിക്കും. മാത്രമല്ല വഖല്ല ഖൈറുഹു, ഖൈർ കുറയും. വഖറജത് മിൻഹുൽ മലായികത്തു വഹളറതുഹു സ്വലാഹ്, മലക്കുകൾ അവിടെ നിന്ന് പുറത്തു പോവുകയും അവിടെ പിശാചിൻ്റെ താവളമായിട്ട് നമ്മുടെ വീടുകൾ മാറുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മളത്തരം വിഷയങ്ങളെ കാണണം. നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലി നമ്മുടെ വീടകങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ബിസ്മി ചൊല്ലി കയറണം. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. സലാം പറഞ്ഞു കയറണം വീട്ടിൻ്റെ അഹ്ലുകാർക്ക്. ആരും വീട്ടിലില്ലെങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നെങ്കിലും പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി എന്ന സലാമോടുകൂടെ നമ്മുടെ വീട്ടിലേക്ക് കയറിയാൽ അവിടെ റബ്ബിൻ്റെ കാവലുണ്ടാകും. പിശാചിനെ ആട്ടിയോടിക്കപ്പെടും. ദാരിദ്ര്യം നീങ്ങാനത് കാരണമാകും. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ വളരെ നിസ്സാരമായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന, നിഷ്പ്രയാസം കൊണ്ടുവരാൻ കഴിയുന്ന, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ സാധ്യമാകുന്ന നിരവധി കാര്യങ്ങൾ. ഇനി ഇത് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഹബീബിൻ്റെ ജീവിതം പറയുകയാണെങ്കിൽ
നമുക്ക് പറയാൻ നിരവധിയാണ്. നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട മാതൃകകൾ നിരവധിയാണ്. അപ്പോൾ നമ്മുടെ ഓരോ മേഖലകളിലും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ജീവിതങ്ങളിലൊക്കെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ, പെരുമാറ്റങ്ങൾ, സംസാരങ്ങൾ, പിന്നെ കുടുംബത്തിന് ചെയ്യേണ്ട ഗുണം ചെയ്തു കൊടുക്കൽ, അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളെ നിറവേറ്റൽ, ഒരു ഭാര്യ ഭർത്താവിന് നിർവഹിക്കേണ്ട ബാധ്യതകൾ, ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് നിർവഹിക്കേണ്ട ബാധ്യതകൾ, ഇതൊക്കെ നിർവഹിച്ച് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബങ്ങളായി നമുക്ക് ജീവിക്കാൻ കഴിയുക എന്നത് മഹാഭാഗ്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.